എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൊടൈക്കനാൽ യാത്രയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ പോയതാണ്, കല്യാണ വാർഷികമായിട്ട് അങ്ങനെ. അപ്പം നമ്മളവിടെ എത്തിയത് രാത്രിയാണ് എത്തുന്നത്. കാരണം ഇവിടുന്ന് ഇറങ്ങിയത് തന്നെ 4-5 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങണേ. മിഡ് നൈറ്റ് ആയിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. ഇത് നമ്മൾ താമസിച്ച റൂമിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. രാവിലത്തെ വ്യൂ ആണ്, പിറ്റേ ദിവസം രാവിലത്തെ വ്യൂ ആണ്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒത്തിരി ഒന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ എല്ലാ സ്ഥലങ്ങളും ഒന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ സിൽവർ കാസ്കേഡ് എന്ന് പറഞ്ഞിട്ട്, വരുന്ന വഴിയിലല്ല, നമ്മൾ കൊടൈക്കനാലിലേക്ക് മേളിലേക്ക് കയറുന്നതിന് മുന്നായിട്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ട്, സിൽവർ കാസ്കേഡ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വിഷ്വൽസാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ്. ഇവിടെ ഈ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നല്ലൊരു തണുപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്. തണുപ്പുണ്ടായിരുന്നു. രാത്രിയിലാണെന്ന് പറഞ്ഞല്ലോ, യാത്രയും രാത്രി തന്നെയായിരുന്നു. എത്തുമ്പോൾ തന്നെ മിഡ് നൈറ്റ് ആകുകയും ചെയ്തു. അപ്പോൾ നമ്മളും അതുപോലെ നമ്മൾ 4 പേരുണ്ടായിരുന്നു, പിന്നെ അനിയത്തിയും ഫാമിലിയും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ താമസിച്ച ആ ഒരു റൂം. ഇതൊരു വീടാണ്. അവരെ മുകളിലും താഴെയൊക്കെ ആയിട്ട് റൂംസുകൾ ഇതുപോലെ തന്നെ, എന്താ പറയുക, നമുക്കിതുപോലെ പേയിങ് ഗസ്റ്റായിട്ടും അതുപോലെ തന്നെ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ടൂറൊക്കെ വരുന്ന ആൾക്കാർക്കും അങ്ങനെയൊക്കെ ആയിട്ട് അതിനുള്ള ഫെസിലിറ്റീസ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ് രാവിലെ എണീച്ച് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തു. അവിടെ നമ്മൾ നേരെ പോയത് നമ്മുടെ സൂയിസൈഡ് പോയിൻ്റാണ്. ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ അവരതിനെ ഗ്രീൻ വാലി എന്നുള്ള പേരിലാണ് ഇപ്പോൾ അതിനിപ്പോൾ അറിയപ്പെടുന്നത് ഗ്രീൻ വാലി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സൂയിസൈഡ് പോയിൻ്റ്. നമ്മൾ നേരത്തെ തന്നെ ചെന്നുകൊണ്ട് തന്നെ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. ഫുള്ള് മഞ്ഞായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് പതുക്കെ കാണുന്നുണ്ടാവുമായിരിക്കും. മെല്ലെ ആ മഞ്ഞൊക്കെ ഇങ്ങോട്ട് നീങ്ങി, സൂര്യൻ്റെ വെളിച്ചം വന്നപ്പോഴത്തേനും മഞ്ഞൊക്കെ നീങ്ങിയിട്ട് ആ മലകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. താഴേക്ക് ഒത്തിരി വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അവർ പറയുന്നത് പ്ലാസ്റ്റിക് ഒന്നും അലൗഡല്ല. നമ്മളെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്സ് ഒന്നും നമ്മളെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. കൊടൈക്കനാൽ ഫുള്ളും പ്ലാസ്റ്റിക് നിരോധന മേഖല എന്നാട്ടോ പറയണത്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കടത്തി വിടുന്നൊന്നുമില്ല. താഴത്തേക്ക് ഇത് നമ്മൾ സൂയിസൈഡ് പോയിൻ്റ് മേളിൽ പോയി കണ്ടിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി മിഠായികളും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ്, വൈറ്റ് ചോക്ലേറ്റ്സും അങ്ങനെയൊക്കെ ഹോം മെയ്ഡ് ആണെന്നാണ് പറയണത്. എല്ലാം ഉണ്ട്. കുറേ ജെല്ലി മിഠായികളും അങ്ങനെ ഒരുപാട്. പിന്നെ ഇത് കുറേ നമ്മുടെ യൂക്കാലി തൈലങ്ങളും സ്പൈസസുകൾ, അതുപോലെ തന്നെ പിന്നെ അലോവേര ജെൽസുകൾ, അങ്ങനെ ഒരുപാട് ഷോപ്സുകൾ. കാണുന്ന എല്ലാ ഷോപ്സുകളും ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് കൂടുതലും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞ നാച്ചുറലായിട്ട് ഉള്ള സംഭവങ്ങളാണെന്നൊക്കെ. ഇതെന്തോ ഒരു കിഴങ്ങാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടുത്തെ എന്തോ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഒരു ചേന പോലെയാണ് തോന്നുന്നു, എന്തോ ഒരു കിഴങ്ങ്. അത് കഴിക്കാൻ പറ്റണമെന്നാണ് അവർ പറയണത്. പിന്നെ ആ ഇത് എന്താ പറയുക, ഇത് മറ്റേത് ലിച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതില്ല, അതിൻ്റെ വേറെ തരത്തിലുള്ളത്. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിച്ച് നോക്കിയപ്പോൾ. പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് അമ്മ നല്ല ചൂടോടെ വടയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ 3-4 വടയൊക്കെ കഴിച്ചു. വടയും പിന്നെ മുളക് ബജിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്വത്തും തക്കൊക്കെ കോണാണ് കഴിച്ചത്. ഈ ചുട്ടിട്ടുണ്ടാവുന്ന കോണുണ്ടല്ലോ, അതാണ് സ്വത്തും അവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അവിടെ നിന്ന് പോയത് എന്താ പറയുക, മറ്റേ പില്ലർ റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് പോയത്. ഈ കാണുന്ന ചെടി ഉണ്ടല്ലോ, നമ്മൾ വരുന്ന വഴിയിൽ മൊത്തം ഈ ചെടികളാട്ടോ. പല തരത്തിലുണ്ട്. വൈറ്റ് ഉണ്ട്, അതുപോലെ ഓറഞ്ച് കളറിലുള്ളതും ഒക്കെ കാണാനുണ്ടായിരുന്നു. അത് എന്ത് മരം എന്നറിയില്ല, പക്ഷെ ആ പൂക്കൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പില്ലർ റോക്കിൻ്റെ അവിടത്തേക്ക് പോയി. ഇതാണ് ആ ഏരിയ. പക്ഷേ അങ്ങോട്ടുള്ള പില്ലർ റോക്ക് എന്ന് പറയുമ്പോൾ എന്തോ 2 പാറകളിങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ഭാഗം എന്നാണ് പറഞ്ഞു കേട്ടേക്കണത്. പക്ഷെ നമ്മളത് കണ്ടില്ല, കാരണം നല്ല കോട ഇറങ്ങുന്നുള്ളതുകൊണ്ട് തന്നെ കണ്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ 2 പേരും ഫോട്ടോസും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും മുകളിലുള്ളത്. നിറച്ച് നല്ല കോട അവിടെ വരുന്നുണ്ടായിരുന്നു. തിരക്കുമുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് വെക്കേഷൻ ടൈമാണ്. അതേപോലെ തന്നെ സാറ്റർഡേയും കൂടി ആക്കിയപ്പോൾ സാറ്റർഡേ സൺഡേസിൽ ആ വഴിക്ക് പോകാൻ പറ്റില്ല, അത്ര തിരക്കാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ കൈകോർത്ത് പിടിച്ച് കുറച്ച്, കാരണം ഞങ്ങളുടെ വെഡ്ഡിങ് ഡേയുടെ ആഘോഷം കൂടി ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ കൈകോർത്ത് പിടിച്ച് ഇങ്ങനെ പതുക്കെ നടന്ന് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. നിറച്ചും ആളുകൾ എവിടെ നിന്നൊക്കെയോ ഉണ്ട്. കൂടുതലും മലയാളികളാണ് വന്നിരിക്കുന്നത് മുഴുവനും. അങ്ങനെ അവിടെ എല്ലാം കുറച്ച് നേരമൊക്കെ ചുറ്റി നടന്നു. പക്ഷേ പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ എന്ന് വെച്ചാൽ അവിടെയൊക്കെ ക്ലീനാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പ്ലാസ്റ്റിക് നിരോധന മേഖലകളാണ്. പ്ലാസ്റ്റിക്കുകൾ അങ്ങനെ ഇല്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോട്ടിന് 20 രൂപ വെച്ചിട്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും ബോട്ടിലുകളൊന്നും അങ്ങനെ ക്യാരി ചെയ്തില്ല. സ്റ്റീൽ ബോട്ടിൽസൊക്കെ കൊണ്ടുപോകാം, പ്ലാസ്റ്റിക് ബോട്ടിൽ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. ഇതാണ് നല്ല ട്രാഫിക് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. മോളിൽ നിന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പതിയിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ നടന്ന് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്ക്, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് വരുന്ന ഗ്യാപ്പിൽ നമ്മളിവിടെ നിന്നെയാണ്. അപ്പോൾ ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്കിങ്ങുള്ള സ്പേസൊക്കെ നോക്കുന്ന ഗ്യാപ്പിൽ ഞാനും അനിയത്തിയുടെ മോനാണ് ഞങ്ങൾ 2 പേരും കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
ഓടി ചാടിയൊക്കെ കളിച്ചു. അവനങ്ങനെ വെറുതെ നിൽക്കില്ല, എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ ഞാനും അത്രയും നേരം നിന്ന് ബോറടിക്കണ്ടെന്ന് കരുതി ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടൻ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൻ വന്ന് ഹായൊക്കെ അവനോട് പോടെ പോയി ഹായൊക്കെ ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം അവിടെ ദൂരെ നിന്നിട്ടൊരു ഹായൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആക്ച്വലി ഗുണ കേവിൻ്റെ സൈഡിലേക്ക് പോകുന്ന ഭാഗത്ത് അതിൻ്റെ താഴ്ഭാഗമാണ്. അതിൻ്റെ അങ്ങനെ ചുറ്റി ആ റോഡ് അങ്ങനെ ചുറ്റി മേളിലേക്ക് കാണുന്നുണ്ട്. ആ ഭാഗമാണ് ഗുണ കേവിലേക്ക് പോണ വഴി എന്ന് പറയണേ. അപ്പം നമ്മൾ ഇപ്പം നിൽക്കണ ഈ പുല്ലൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗത്തിൻ്റെ മേളിൽ കൂടെ നമ്മൾ അങ്ങനെ കയറിയിട്ട് പോയി. ഇപ്പോൾ ഈ വണ്ടി നിൽക്കണ ഭാഗത്തോടെ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിയിട്ടാണ് ആക്ച്വലി വണ്ടി വരുമ്പോൾ അതിലേ വരേണ്ടത്. നമ്മളിതിലൂടെ ആ മണ്ണ് വഴി ഉണ്ടല്ലോ, ആ മണ്ണ് വഴി കൂടെ അങ്ങനെ നേരെ മുകളിലേക്ക് കയറിയിട്ടാണ് ഗുണ കേവിൻ്റെ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ പാർക്കിങ്ങിന് പറഞ്ഞാൽ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് പാർക്ക് ചെയ്യേണ്ട ഒരു സ്പേസ് കണ്ടെത്താൻ തന്നെ കുറച്ച് സമയം എടുത്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതാണ് കേട്ടോ ഗുണ കേവിലേക്ക് കയറുന്ന വഴിയാണ്. നല്ല തിരക്കുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ബഹളമാണ്. അവിടുത്തെ ഭയങ്കരമായിട്ട് എക്കോ അടിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ നമുക്ക് ദൂരം തന്നെ കേൾക്കാം. ആളുകളുടെ ഒച്ചയൊക്കെ നന്നായിട്ട് നോക്കണം. ഈ മലകളുടെ ഇടയിലൊക്കെ ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്, എന്നാൽ അത്ര സഹിക്കാൻ പറ്റുന്ന തണുപ്പൊന്നുമല്ല. നമുക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയത്തക്ക തണുപ്പൊന്നുമില്ല. എങ്കിലും സ്വത്തുമൊക്കെ സ്വെറ്ററൊക്കെ ഇട്ടാണ് നടന്നത്. ചെറിയ തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേനും എനിക്ക് തണുക്കുന്നതെന്ന് പറഞ്ഞുള്ള സ്വെറ്ററൊക്കെ വലിച്ച് കയറ്റി. നമുക്കങ്ങനെ അവിടെ പറഞ്ഞാൽ ആരും അങ്ങനെ വലിയ സ്വെറ്ററൊന്നും ഇട്ട് അങ്ങനെ നടക്കുന്നത് കണ്ടില്ല. കാരണം തണുപ്പ് ഇപ്പോൾ മാർച്ച് ഏപ്രിൽ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു തണുപ്പ് ശകലം കുറവുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് കേട്ടോ ക്രൗഡ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള തിരക്ക് അവിടെയുണ്ട്. താഴെ നിൽക്കുന്നൊക്കെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് അവിടെ ആൾക്കാരൊക്കെ കൂടിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലേക്ക് ഈ നിറച്ചവിടെ കുരങ്ങുണ്ട്. അപ്പോൾ ഈ കുരങ്ങ് വന്നിരിക്കുന്ന ആൾക്കാരുടെ പേഴ്സും ഇതെല്ലാം പറിച്ചിട്ട് എടുത്തിട്ട് നേരെ മരത്തിൻ്റെ മേളിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും അവിടെയുള്ള ആൾക്കാരെല്ലാം ഓളിയിട്ട് ബഹളുണ്ടാക്കി അതിനെല്ലാം താഴെ ഇടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ നമ്മൾ കയറുന്ന ഭാഗത്തേക്ക് കാണുന്നുണ്ടാവുമായിരിക്കും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ. ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂസാണ് താഴത്തേക്ക്. ഇത് താഴത്തേക്കുള്ളത് ഫുള്ളും മറ്റേന്നുണ്ടെങ്കിൽ കൊക്ക പോലെയുള്ള ഭാഗമാണ് ഗുണ കേവിൻ്റെ. കുറേ കുഴികളൊക്കെ ഉണ്ട്. നമ്മൾ പോണ വഴിയിലൊക്കെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെ കുഴികൾ പോലെ എന്താ പറയുക. അപ്പോൾ അത് ആരും പെടണ്ടെന്നൊക്കെ കരുതി അവർ ഗ്രില്ലൊക്കെ ചെയ്ത് വെച്ച് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മേളിൽ കയറി നിന്നൊക്കെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായി. പക്ഷെ നമുക്ക് കയറാൻ ഒരു പേടി മാത്രമേ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ദൂരം ഒന്ന് നോക്കുമ്പോൾ. ഞങ്ങളിതിൻ്റെ മേളിലേക്ക് കയറിയിട്ട് എടുത്ത ഫോട്ടോയാണ് കേട്ടോ. അതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് താഴത്തേക്ക് എടുത്ത ഫോട്ടോയാണ്. ഇങ്ങനെ വള്ളികൾ പോലെയൊക്കെ ഉണ്ട്, കുറേ മരങ്ങളൊക്കെ. അതിൻ്റെ മേളിലേക്ക് ഞങ്ങൾ നിന്ന് എടുത്ത് എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. തിരക്കുണ്ട്, നല്ല തിരക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന ഗ്രില്ലിട്ട ഭാഗമൊക്കെയാണ് ഈ കാണുന്ന ഓരോരോ കുഴികളെന്ന് പറഞ്ഞ്. ഇതാണ് നമ്മുടെ സുഭാഷ് വീണ സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പം അങ്ങോട്ടേക്ക് ആരെയും കടത്തിയിട്ടൊന്നും വിടണമെന്നില്ല. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. നമുക്കൊന്നും കാണാനൊന്നും പറ്റില്ല, കാരണം നിറച്ച് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒന്നും കാണില്ല. ഞാനിങ്ങനെ കുരങ്ങ് വരുന്നുണ്ടോ നോക്കി മേലേക്ക് നോക്കി നിൽക്കുകയാണ്. എപ്പോഴാണ് ഫോൺ പറിച്ചുകൊണ്ട് പോകാമെന്ന് അറിയില്ല. എല്ലാവരും പറയുന്നുണ്ട് സൂക്ഷിച്ചോണം, ഇല്ലെങ്കിൽ പറിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അത് കുറച്ച് നേരം നിന്നു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ എന്താ കാണുന്നുണ്ടാവില്ല കോട, നല്ല മഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തിയപ്പോഴത്തേനും നല്ല മഞ്ഞായിട്ടുണ്ടായിരുന്നു. മുകളിലൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഫുള്ളായിട്ടും ഒന്നും അപ്പുറം കാണാത്ത രീതിയിൽ. അത് കഴിഞ്ഞ് ആ മേളിൽ നിന്ന് തന്നെ അങ്ങനെ ഇറങ്ങി താഴത്തേക്ക്. പിന്നെ മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാതെ അങ്ങനെ അതിൽ കൂടെ തന്നെ സൈഡിലൂടെ വഴി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ താഴത്തേക്ക് നമ്മളങ്ങനെ ഇറങ്ങുക ചെയ്തത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നമ്മുടേതായ രീതിയിലുള്ള കുറച്ച് ഷോകളൊക്കെ കാണിച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിഞ്ഞും മറിഞ്ഞും നിവർന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പോയി സുത്തുന്നതൊക്കെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എങ്ങോട്ട് പോകണം അടുത്ത ഡെസ്റ്റിനേഷൻ? ഇത് ഞങ്ങളുടെ ഫാമിലി ഷോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടെ വട്ടത്തിൽ നിന്ന് വട്ടി കളിക്കുക എന്ന് പറയില്ലേ, അതുപോലെയുള്ള ഞങ്ങളുടെ ഫാമിലി ഷോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് എന്താണ് പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരെന്താ പൈൻ മരക്കാട് എന്നെന്തോ ഇങ്ങനെ പറഞ്ഞു നമ്മളോട്. അതിനകത്തേക്ക് പോയി. പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, അങ്ങനെ പറഞ്ഞ പോലെ ഈ വൃത്തികേടുകളൊന്നും ഇല്ലാണ്ട് അഴുക്കുകളൊന്നും ഇല്ല. മീൻസ് എന്താ പറയുക വേസ്റ്റുകളോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. നല്ല ക്ലീൻ ആയിരുന്നു. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല നല്ല സ്ഥലമായിരുന്നു കേട്ടോ. കാണാനും കുട്ടികൾക്കൊക്കെ കുറേ നേരം വന്നിരിക്കാനും കളിക്കാനും ഒക്കെ നല്ല സ്ഥലമാണ്. നമ്മൾ പോയപ്പോൾ കുറച്ച് അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങളും. അപ്പം ഇത് കുറച്ച് ഡാൻസ് അല്ല, ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് എടുത്തത്. ഇത് നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോയുടെ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സ്ഥലത്തിൻ്റെ പേര് സത്യത്തിൽ ഞാൻ മറന്നുപോയി, ഇത് ഏതാ സ്ഥലം എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇതിന് മേലേക്ക് കയറിയിട്ട് നമ്മൾ വ്യൂ കാണുന്നതാണ്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് മറന്നു. ഇത് സൂം ചെയ്തത് അവിടെ ചിമ്പാൻസി ഉണ്ടായിരുന്നു.
ആ മരത്തിൽ അതിൻ്റെ അപ്പുറത്തുള്ള ഇതിൻ്റെ മരത്തിൽ. അപ്പോൾ അതിനൊന്ന് സൂം ചെയ്തെടുത്താണ്. അപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ട് കാണത്തക്ക രീതിയിലായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് നേരം നിന്നിട്ട് ആ പ്രദേശം മാത്രം എല്ലാം എന്താ പറയുക കോട വരുന്നത് കാണാം നമുക്ക്. നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ പുകമഞ്ഞ് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ താഴെ നിന്നിട്ടുള്ള ആ പ്രദേശങ്ങളൊക്കെ എടുത്തു. എല്ലാം ഒരേ വഴി തന്നെയാണ് കേട്ടോ. പോയി വരുന്നത് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി ഇങ്ങനെ വരിക തന്നെയാണ്, ഒരേ വഴി കൂടെ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പോയത് ബോട്ടിങ്ങിനാണ്. പിന്നെ നമ്മളെല്ലാവരും പോയി. പുള്ളി പതുക്കെ ഓടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്നിരുന്ന് ഉറക്കം വന്നു കേട്ടോ. ബാക്കിൽ നിന്ന് ചേട്ടൻ ഹായൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അനങ്ങാനൊന്നും സമ്മതിച്ചില്ല, നമ്മളെ ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ ടച്ച് ചെയ്യാനൊന്നും സമ്മതിച്ചില്ല പുള്ളി. മിണ്ടാതെ ഇങ്ങനെ അനങ്ങാതെ. നമ്മൾ പെഡൽ ബോട്ടാണ് നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, പക്ഷേ 6 പേർക്ക് പെഡൽ ബോട്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഇവർ പറഞ്ഞ അതേ ബോട്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ നീല ജലാശയമല്ല, പച്ച ജലാശയത്തിലൂടെ ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ യാത്ര, കുറച്ച് നേരം ഇങ്ങനെ 20 മിനിറ്റ് പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. 20 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ ഇങ്ങനെ കറക്കിയിട്ട് വന്നു. സൈക്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ അതിനൊന്നും നിന്നില്ല, കാരണം നല്ല ട്രാഫിക്കുള്ളതുകൊണ്ട് കുട്ടികൾ അത്രയും നേരം ഇതിലേക്ക് കറങ്ങി വരുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് നമ്മൾ വേണ്ട, ½ ആൻ അവർ തരുമെന്നൊക്കെ പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇത്രയേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ താഴത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. കാരണം രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ നിന്ന് ഹെയർ പിൻ ബെൻഡൊക്കെ ഉള്ളതല്ല, അപ്പോൾ ഇറങ്ങാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇറങ്ങുന്ന വീഡിയോസുകളോ പിന്നെ ബാക്കിയുള്ളതൊന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് പ്രതീക്ഷിക്കാത്ത യാത്ര, അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ടയേർഡായിരുന്നു. പിന്നെ ഹെയർ പിന്നൊക്കെ ഇറങ്ങുമ്പോൾ അറിയാമല്ലോ, ഭയങ്കരമായിട്ട് എല്ലാവരും ടയേർഡായി ക്ഷീണിച്ചു. അതുകൊണ്ട് തന്നെ ബാക്കിയൊന്നും അധികം ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ മാക്സിമം ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.